विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो आज हम नए पाठ की ओर जाएंगे। ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠത്തിലേക്കാണ് പോകുന്നത്। പാഠ का नाम है जिस गली में मैं रहता हूँ। जिस गली में मैं रहता हूँ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന തെരുവിൽ എന്നാണ് അർത്ഥം। ഗലി എന്ന് പറഞ്ഞാൽ തെരുവ് ആണെന്ന് നിങ്ങൾക്കറിയാം। അപ്പോൾ ജിസ് ഗലി മേ രഹത്താ ഹൂ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന തെരുവിൽ। यह मिर्ज़ा गालिब की रचना है। ये मिर्ज़ा गालिब के बारे में आप लोगों ने सुना है? मिर्ज़ा गालिബിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഉറുദുവിലെ ഒരു പ്രസിദ്ധനായ കവിയായിരുന്നു। यह मिर्ज़ा गालिब की एक डायरी है। ഇതൊരു ഡയറിയാണ്। ഇത് ഉറുദുവിൽ എഴുതിയ ഡയറിയാണ്। ഇതിൻ്റെ വിവർത്തനം നടത്തിയിരിക്കുന്നതാണ് ഡോക്ടർ കൈലാഷ് നാരദ്। ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പാടുകളും കൊടും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്। അപ്പം അന്നത്തെ കാലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഡയറി കുറിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്। അപ്പം നമുക്ക് ഡയറി ഒന്ന് വായിച്ചു നോക്കുമല്ലേ? ഓക്കെ। അപ്പോൾ ഈ പാഠത്തിൻ്റെ ആദ്യം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം। अब तक घटित घटनाओं या उससे संबंध रखने वाली घटनाओं का കാലക്രമാനുസാർ വിവരൺ ഇതിഹാസ് ഹോത്താ ഹെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങളുടെയോ കാലക്രമാനുസാർ വിവരൺ, കാലക്രമത്തിനനുസരിച്ചുള്ള വിവരണമാണ് ഇതിഹാസ്। ഇതിഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം, ഹിസ്റ്ററി। ഹിസ്റ്ററിക്കാണ് ഹിന്ദിയിൽ എന്ന് പറയുന്നത് ഇതിഹാസ് എന്ന് പറയുന്നത്। അപ്പോൾ ബത്തായെ ഹമാരെ ദേശ് കി പ്രമുഖ ഐതിഹാസിക് ഘടനായെ കോൻ കോൻ സി ഹെ എന്നവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്। അതായത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ ചോദിച്ചിരിക്കുന്നു। ഇതൊക്കെ നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്। ഓക്കെ, അപ്പോൾ നമുക്ക് പാഠം നോക്കാം। ജിസ് ഗലി മേ मैं रहता हूँ, डायरी मिर्ज़ा गालिब, अनुवादक डॉक्टर कैलाश नारद। अंग्रेज़ों ने दिल्ली में आते ही सीधे सादे लोगों को मारना शुरू कर दिया। उन्होंने गरीबों के घर भी जला दिए। गोरों के डर से दिल्ली वालों में भगदड़ मच गई। अपनी अपनी जान बचाकर वे भाग निकले। അപ്പോൾ ആദ്യത്തെ ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയേ। അംഗ്രേസോനെ ദില്ലി മേ ആത്തെ ഹി സീതേ സാദേ ലോഗോ കോ മാർന ശുരു കർ ദിയ। ഇംഗ്ലീഷുകാർ ഡൽഹിയിൽ വന്ന ഉടനെ സീതേ സാദേ ലോഗോ, സീതേ സാദേ ലോഗോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യർ എന്നുള്ള അർത്ഥമാണ്। സാധാരണക്കാരായ മനുഷ്യരെ മാർന ശുരു കർ ദിയ, കൊല്ലാൻ തുടങ്ങി। ഉനോനെ ഗരീബോ കെ ഘർ ബി ജലാ ദിയെ, പാവങ്ങളുടെ വീടൊക്കെ അവർ കത്തിച്ചു। ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ്। ഗോരോ കെ ഡർ സെ ദില്ലി വാലോ മേ ഭഗ്ദഡ് മച്ച് ഗൈ, വെള്ളക്കാരെ പേടിച്ച് ഡൽഹി നിവാസികളെല്ലാം അവിടുന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി എന്നാണ് അർത്ഥം। ഗോര എന്ന് പറഞ്ഞാൽ വെളുത്താന്നാണ്, നമ്മൾ വെള്ളക്കാർ എന്ന് പറയല്ലേ, അതിന് പകരം പറയുന്നതാണ് ഇവിടെ ഗോര എന്നുള്ള വാക്ക്। അപ്പം ഗോരോ കെ ഡർ സെ, വെള്ളക്കാരെ ഭയന്നിട്ട് ഡൽഹിക്കാരൊക്കെ പരിഭ്രമിച്ച് ഓടിപ്പോവാൻ തുടങ്ങി। അപ്നി അപ്നി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്ലെ, തങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അവർ ഓടിപ്പോയി। ജാൻ ബച്ചാന എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുക എന്നാണ്। ഭാഗ് നിക്ലെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടിപ്പോയി। ജിസ് गली में मैं रहता हूँ उसमें सिर्फ 10-12 घर थे। गली में घुसने का सिर्फ एक ही रास्ता था। वहाँ कोई कुआं नहीं था। जो लोग भाग नहीं पाए
उन सब ने मिलकर गली का दरवाज़ा भीतर से बंद कर दिया और वहाँ पत्थर रख दिए. जिस गली में मैं रहता हूँ, ഞാൻ താമസിക്കുന്ന തെരുവിൽ, उसमें सिर्फ 10-12 घर थे. അതിലാകെ 10-12 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. 10-12 घर എന്ന് പറഞ്ഞാൽ 10-12 വീടുകൾ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ഥാ. ആ തെരുവിലേക്ക് കടക്കുവാൻ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഖുസ്ന എന്ന് പറഞ്ഞാൽ ടു എൻറ്റർ എന്നാണ്, പ്രവേശിക്കുക. രാസ്ത എന്ന് പറഞ്ഞാൽ മാർഗം, വഴി. വഹാ കോയി കുവാ നഹി ഥ. അവിടെ എന്തില്ലായിരുന്നു? കുവാം എന്ന് പറഞ്ഞാൽ കിണർ, വെൽ. അവിടെ കിണറൊന്നും ഇല്ലായിരുന്നു. ജോ ലോഗ് ഭാഗ് നഹി പായേ ഉൻ സബ്നെ മിൽക്കർ ഗലി കാ ദർവാസ ഭീത്തർ സെ ബന്ദ് കർ ദിയ ഓർ വഹാ പത്ഥർ രഖ് ദിയേ. ജോ ലോഗ് ഭാഗ് നഹി പായേ, ഓടിപ്പോകാൻ കഴിയാത്തവർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാരെ പേടിച്ച് കുറേ പേരൊക്കെ ഓടിപ്പോയി. ഓടിപ്പോകാൻ കഴിയാത്ത ആൾക്കാർ എന്ത് ചെയ്തു? ഉൻ സബ്നെ മിൽക്കർ, അവരെല്ലാവരും കൂടി ഗലി കാ ദർവാസ, ആ തെരുവിൻ്റെ വാതിൽ ഭീത്തർ സെ ബന്ദ് കർ ദിയ, ഉള്ളിൽ നിന്ന് അടച്ചു. ഭീത്തർ എന്ന് പറഞ്ഞാൽ അന്തർ എന്നാണ്, ഉള്ളിൽ നിന്ന് അടച്ചു. ഓർ വഹാ പത്ഥർ രഖ് ദിയേ, അവിടെ ഒരു കല്ലെടുത്ത് വെച്ചു. ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിലെ ആ ചിത്രം നോക്കിയാൽ കാണാം. ആൾക്കാരെല്ലാം കൂടെ ആ വാതിൽ അടച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഒരു കല്ലെടുത്ത് വെക്കുന്നത്. ഓക്കെ. ഇനി घरों में खाने पीने का जितना सामान था धीरे धीरे ख़त्म होने लगा. पानी की बड़ी दिक्कत थी. लोग बड़ी सावधानी से आहिस्ता आहिस्ता उस पानी को पी रहे थे, लेकिन आखिरकार वे खड़े भी खाली हो गए. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. लेकिन जब प्यास बर्दाश्त नहीं हुई तो परेशान लोगों ने गली का दरवाज़ा खोल दिया. वे पानी की तलाश में बर्तन लेकर निकल पड़े, लेकिन पानी तो दूर दूर तक कहीं नहीं था. शोरा बारूद बनाने के काम में आता है. उसी शोरे का पानी जब आसपास मिला तो गली वाले उस पानी को घरों में ले आए. वैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. वो पानी इतना कड़वा और बदबूदार था कि लगा जैसे पानी नहीं मौत पी रहे हो. അപ്പോൾ ഈ പാരഗ്രാഫ് നോക്കാം. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. അപ്പോൾ വീട്ടിൽ തിന്നാനും കുടിക്കാനും ഉണ്ടായിരുന്ന സാധനങ്ങൾ ധീരെ ധീരെ ഖത്തം ഹോനെ ലഗ, പതുക്കെ പതുക്കെ തീർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാമല്ലോ, അവർ വാതിലടച്ച് ഇരിക്കുകയാണ്, പുറത്തേക്കൊന്നും പോകുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ. അപ്പം സ്റ്റോക്ക് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ തീരാൻ തുടങ്ങി. പാനിക്ക് ബഡി ദിക്കത്തി, വെള്ളത്തിനായിരുന്നു ഭയങ്കര ക്ഷാമം. ലോഗ് ബഡി സാവധാനി സെ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. ആൾക്കാർ വളരെ സാവധാനി സെ, ശ്രദ്ധിച്ച്, ആഹിസ്ത ആഹിസ്ത, പതുക്കെ പതുക്കെ, ധീരെ ധീരെ എന്നാണ് ആഹിസ്ത ആഹിസ്ത എന്ന് പറഞ്ഞ അർത്ഥം. ഉസ് പാനി കോ പീ രഹേ ഥേ, ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ്, വളരെ ശ്രദ്ധിച്ചും സാവധാനമാണ്. ലേക്കിൻ ആഖിർക്കാർ, അവസാനം, വേ ഖടേ ഭീ ഖാലി ഹോഗേ, ആ മൺകുടവും കാലിയായി. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. അങ്ങനെ ഈ തെരുവിൽ താമസിച്ചുകൊണ്ടിരുന്നവർ 2 പകലും 2 രാത്രിയും വരെ 2 दिन और 2 रात तक ഭൂക്കെ പ്യാസെ സമയ കാട്ടത്തെ രഹെ, വിശന്നും ദാഹിച്ചും സമയം കഴിച്ചുകൂട്ടി. സമയം കാട്ടന എന്ന് പറഞ്ഞാൽ സമയം കഴിച്ചു കൂട്ടാന്നാണ്. ലേക്കിൻ ജബ് പ്യാസ് ബർദാസ്ത് നഹി ഹുയി, പക്ഷേ ദാഹം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ, തോ പരേശാൻ ലോഗോനെ, ബുദ്ധിമുട്ടിലായ ആൾക്കാർ, ഗലി കാ ദർവാസ ഖോൽ ദിയ, അങ്ങനെ ആ തെരുവിൻ്റെ വാതിൽ തുറന്നു. വേ പാനി കി തലാശ് മേ ബർത്തൻ ലേക്കർ നിക്കൽ പടേ, അവർ വെള്ളവും അന്വേഷിച്ച് പാത്രവുമായിട്ടിറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹി നഹി ഥാ, അപ്പം ഈ വെള്ളം അടുത്തെങ്ങും ഇല്ലായിരുന്നു. ദൂർ ദൂർ തക് കഹി നഹി ഥാ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെ വരെ എവിടെയും വെള്ളമില്ലായിരുന്നു. ഷോര ബാരൂദ് ബനാനയ്ക്ക് കാമേ ആത്താ ഹെ, ഈ ഷോര എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബാരൂദ് ബനാനയ്ക്ക് കാമേ ആത്താ ഹെ. ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടിമരുന്നാണ്.
ഈ ശോര എന്നുള്ളതിന് മലയാളം വെടിയുപ്പ് എന്നാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വെടിമരുന്നുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഉസി ശോരെ കാ പാനി ജബ് ആസ് പാസ് മിലാത്തോ ഗലി വാലെ ഉസ് പാനി കോ ഘരോ മേ ലേ ആയേ. ഈ വെടിയുപ്പ് കലർന്ന വെള്ളം അടുത്ത് കിട്ടിയപ്പം ആൾക്കാരെന്ത് ചെയ്തു? അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന വെള്ളമാണ്. വैसे जहरीले पानी को पीकर ही उन्होंने प्यास बुझाई. ജഹർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിഷം എന്നാണ്. ഷെഹർ അല്ല, ഷെഹർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ്. ഇത് ജഹർ, ജഹരീല എന്ന് പറഞ്ഞാൽ പോയിസണസ്, വിഷമുള്ള എന്നാണ്. അപ്പം വിഷാംശമുള്ള ഈ വെള്ളം കുടിച്ചിട്ടാണ് അവർ ദാഹം ശമിപ്പിച്ചത്. പ്യാസ് ബുझാന എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക എന്നാണ്. വഹ് പാനി ഇത്ര കടുവ, ആ വെള്ളം ഇത്രമാത്രം, കടുവ എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ, കയ്പുള്ള എന്നാണ്. കയ്പുള്ളതും ഓർ ബദ്ബൂദാർ, ബദ്ബൂദാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര നാറ്റമുള്ളതായിരുന്നു. കി ലഗാ ജैसे പാനി നഹി മൗത്ത് പീ രഹേ ഹോ. അപ്പോൾ അത് കുടിക്കുമ്പം തോന്നിയിരുന്നത് എന്താണ്? വെള്ളമല്ല, മരണമാണ് കുടിക്കുന്നതെന്ന്. കാരണം അത് വിഷാംശമുള്ള ജലമാണ്, വേറെ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അത് കുടിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മലിനജലം കുടിക്കും. കാരണം നമുക്കൊന്നും വിശപ്പ് എന്താണ്, ദാഹം എന്താണെന്ന് അറിയത്തില്ല. വിശപ്പും ദാഹവും ശരിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നല്ല വെള്ളം കിട്ടിയില്ലെങ്കിൽ ചീത്ത വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അത് കുടിച്ചപ്പം അതിൻ്റെ ഭയങ്കര കയ്പും നാറ്റവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കുടിക്കുമ്പോൾ എന്താ തോന്നിയത്? വെള്ളമല്ല, മരണത്തെ തന്നെയാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് വിഷം കഴിക്കുന്നത് പോലെയുള്ള അവസ്ഥ. एक दिन बरसात हुई, खूब पानी बरसा. हमने एक चादर बांध ली और एक मटका उसके नीचे रख दिया. वह पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. एक दिन बरसात हुई, ഒരു ദിവസം മഴ പെയ്തു. ബർസാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിഷ്, വർഷ. ഈ വാക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാരിഷ് എന്നും വർഷ എന്നും. ഇത് പുതിയൊരു വാക്കാണ്, ബർസാത്ത്. ഖൂബ് പാനി ബർസ, ഖൂബ് പാനി ബർസ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെയ്തു. ഹംനെ ഏക് ചാദർ ബാന്ധ്ലി, ഞങ്ങളൊരു ഷീറ്റ് കെട്ടി. ചാദർ എന്ന് പറഞ്ഞാൽ ഷീറ്റ്, വിരിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അതിങ്ങനെ കെട്ടി. ഒരേക്ക് മട്ക ഉസ്കെ നീച്ചെ രഖ് ദിയ. അപ്പോൾ നിങ്ങൾക്കറിയാം, മഴയത്ത് ശുദ്ധജലം സ്വീകരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെക്കുക. മട്ക ഉസ്കെ നീച്ചെ രഖ് ദിയ. മട്ക എന്ന് പറഞ്ഞാൽ മൺകുടം എന്ന് തന്നെയാണ് അർത്ഥം. ഘട പോലെ. മട്ക ഇച്ചിലൂടെ വലുതാണ്. വഹ് പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത് ഥി. ആ വെള്ളമായിരുന്നു ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ആ വെള്ളമായിരുന്നു ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത്. असली मुसीबत 5 अक्टूबर 1857 को आई जब कुछ अंग्रेज़ मेरे घर में घुस आए. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. वहाँ से कुछ दूरी पर कर्नल ब्राउन नाम का एक अंग्रेज़ अफसर था. गिरफ्तार किए गए लोग एक एक कर उनके सामने पेश किए जा रहे थे. ब्राउन का चेहरा सुर्ख था, आँख भी लाल लाल थी. उसकी ऊंचाई 6 फुट से भी ज़्यादा थी. उसने मुझसे पूछा, आप क्या करते हैं? मैंने कहा, उर्दू में कविता लिखता हूँ. तो तुम पोएट हो? उसने कहा. मैंने सिर हिला कर हामी भरी, हाँ. मेरे जवाब से ब्राउन को खुशी हुई. उसने अपने सिपाहियों को हुक्म दिया, इनको इज्जत के साथ घर वापस छोड़ाओ. അസ്ലി മുസീബത്ത്, യഥാർത്ഥ പ്രശ്നങ്ങൾ എന്നാ തുടങ്ങിയത്? 5 अक्टूबर 5 ഒക്ടോബർ 1857 को आई. 1857 എന്ന് പറഞ്ഞാൽ 1857. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസായി. കുറച്ച് ഇംഗ്ലീഷുകാർ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്ന് ഒക്ടോബർ 5 1857. ഉन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. എന്നെയും എൻ്റെ 2 കുട്ടികളെയും അതുപോലെ വേലക്കാരുടെയും കൂടെ എൻ്റെ കുറേ അയൽവാസികളെയും കൂടി ഗിരഫ്താർ കർ ലിയ. പടോസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അയൽക്കാരെന്നാണ്. ഗിരഫ്താർ കർണ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാന്നാണ്, കസ്റ്റഡിയിലെടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നൗക്കർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നൗക്കർ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ എന്നാണ് അർത്ഥം. നൗക്കർ
അപ്പം ഇവിടെ ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? മിർസ ഗാലിബ് और मिर्ज़ा गालिब के 2 बच्चे और मिर्ज़ा गालिब के नौकर और उनके कुछ पड़ोसियों को भी गिरफ्तार कर लिया. वहाँ से कुछ दूरी पर, अविടുന്ന് കുറച്ച് ദൂരെ, കേണൽ ബ്രൗൺ നാം കാ एक अंग्रेज अफसर था. കേണൽ ബ്രൗൺ എന്ന് പേരുള്ള ഒരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അഫ്സർ എന്ന് പറഞ്ഞാൽ ഓഫീസർ എന്നാണ്. ഒരു ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ഉസ്കാ നാം ക്യാ था? കേണൽ ബ്രൗൺ. കേണലായിരുന്നു അദ്ദേഹം. गिरफ्तार किए गए लोग एक एक कर उसके सामने पेश किए जा रहे थे. അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ एक एक कर ഓരോരുത്തരായി ഉസ്കെ സാമനെ പേശ് കിയെ ജാ രഹേ थे അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു, ഹാജരാക്കുകയായിരുന്നു. പേശ് കർണ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്യാന്നാണ്. ബ്രൗൺ കാ ചെഹ്റ സുർഖ് ഥ. ബ്രൗണിൻ്റെ മുഖം, ചെഹ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം. എങ്ങനെയായിരുന്നു? സുർഖ് ഥ. സുർഖ് മീൻസ് നമ്മൾ പഠിച്ചതാണ്, ബീർ ബഹൂട്ടിയുടെ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ? സുർഖ് എന്ന് പറഞ്ഞാൽ റെഡ് എന്നാണ് അർത്ഥം, ചുവന്നതായിരുന്നു. ആഖേ ബി ലാൽ ലാൽ ഥി. കണ്ണുകളും ചുവന്നതായിരുന്നു. ഉസ്കി ഉഞ്ചായി 6 ഫുട്ട് സേ ബി ജ്യാദാ ഥി. അയാളുടെ ഹൈറ്റ്, ഉഞ്ചായി എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരമുള്ളതാണല്ലോ, ഉഞ്ചായി ഹൈറ്റ്. 6 ഫുട്ട് സേ ബി ജ്യാദാ ഥി. 6 അടിയിലും കൂടുതലായിരുന്നു. ഉസ്നെ മുജ്സെ പൂച്ച. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആപ് ക്യാ കർത്തെ ഹെ, വാട്ട് ഡു യു ഡു. നമ്മൾ പഠിച്ചതാണ് നമ്മുടെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിൽ അല്ലേ? ആപ് ക്യാ കർത്തെ ഹെ, താങ്കൾ എന്ത് ചെയ്യുന്നു? മേനെ കഹ ഉർദു മേ കവിത ലിഖ്താ ഹും. ഞാൻ എന്താ പറഞ്ഞത്? ഉർദു മേ കവിത ലിഖ്താ ഹും, ഉറുദുവിൽ കവിത എഴുതുന്നു. തോ തും പോയറ്റ് ഹോ. അപ്പം നിങ്ങളൊരു പോയറ്റാണല്ലേ, ഒരു കവിയാണല്ലേ. ഇംഗ്ലീഷിലെ പോയറ്റ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മേനെ സിർ ഹിലാക്കർ ഹാമി ഭരി. ഹാ, ഞാൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. അതെ, ഹാമി ഭർണ എന്ന് പറഞ്ഞാൽ സമ്മതിക്കാന്ന്. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി. എൻ്റെ ജവാബ്, ഉത്തരം കേട്ടപ്പം ബ്രൗണിന് സന്തോഷമായി. ഉസ്നെ അപ്നെ സിപാഹിയോ കോ ഹുക്കും ദിയ. അദ്ദേഹം തൻ്റെ സേവകന്മാരോട്, തൻ്റെ പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. ഹുക്കും ദേന എന്ന് പറഞ്ഞാൽ ടു ഓർഡർ എന്നാണ്, ആജ്ഞ കൊടുക്കുക. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ഛോടാവോ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ മാന്യത എന്നാണ്. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ഛോടാവോ. ഇദ്ദേഹത്തെ എല്ലാ മാന്യതയോടും കൂടിക്കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വരാൻ കേണൽ ബ്രൗൺ തൻ്റെ പട്ടാളക്കാരോട് നിർദ്ദേശിച്ചു. मैंने कर्नल ब्राउन से निवेदन किया कि मेरे साथ गिरफ्तार किए गए पड़ोसी बेहद सीधे साधे लोग हैं, उन्हें भी रिहा कर दिया जाए. ये लोग भी कविता करते हैं. मैंने कहा. कर्नल ने उनको भी घर जाने की इजाज़त दे दी. इस तरह कविता के कारण उस रोज़ करीब 50 आदमियों की जानें बच गई. मैंने कर्नल ब्राउन से निवेदन किया. ഞാൻ കേണൽ ബ്രൗണിന് ഇവിടെ റിക്വസ്റ്റ് ചെയ്തു. നിവേദൻ കർണ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യാന്നാണ്, അഭ്യർത്ഥിക്കുക എന്നൊക്കെ അർത്ഥം. മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയെ പടോസി. എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽക്കാർ. ബേഹദ് സീതേ സാദേ ലോഗ് ഹെ. അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഉനേ ബി റിഹാ കർ ദിയാ ജായേ. റിഹാ കർണ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക എന്നാണ്. അപ്പോൾ അവരെയും മോചിപ്പിക്കണം. അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരാണെന്ന് മിർസ ഗാലിബ് കേണൽ ബ്രൗണിനോട് റിക്വസ്റ്റ് ചെയ്തു. യേ ലോഗ് ഭി കവിത കർത്തെ ഹെ മേനെ കഹ. ഈ ആളുകളും കവിത എഴുതുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. കേണലിനെ ഉൻകോ ബി ഘർ ജാനേക്ക് ഇജാസത്ത് ദേ ദി. ആ വാക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കേണൽ അവർക്കും വീട്ടിൽ പോകാനുള്ള ഇജാസത്ത്. ഇജാസത്ത് എന്നാണ് ആ വാക്ക്. ആ രണ്ടാമത്തെ ജായുടെ അടി മാത്രമേ കുത്തുള്ളൂ, ആദ്യത്തെ ജായുടെ അടിയിലെ കുത്ത് വേണ്ട. ശരിക്കും ഇജാസത്ത് എന്നാണ്, ഇജാസത്ത് എന്നല്ല, ഇജാസത്ത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ പെർമിഷൻ എന്നാണ്, അനുവാദം. അപ്പോൾ അദ്ദേഹം അവരെയും വീട്ടിൽ പോകാൻ അനുവദിച്ചു. ഇസ് തരഹ്, ഇങ്ങനെ. കവിതാക്കെ കാരൺ ഉസ് റോസ്. കവിത കാരണം ഉസ് റോസ് എന്ന് പറഞ്ഞാൽ അന്ന്. കരീബ് 50 ആദ്മിയോ കി ജാനെ ബച്ച് ഗൈ. ഏകദേശം 50 ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പം കവിത എഴുതുന്നവരാന്ന് മിർസ ഗാലിബ് പറഞ്ഞുകൊണ്ട് അയൽവാസികളെയും ആ കേണൽ ബ്രൗൺ വെറുതെ വിട്ടു. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഈ പാഠം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാഠമാണ്. കാരണം ഇത് ഉറുദുവിൽ എഴുതിയതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള
ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഒത്തിരി പുതിയ വാക്കുകളുണ്ട്. ഉറുദുവിലെ വാക്കുകൾ, ഹിന്ദിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഉറുദു വാക്കുകൾ ഇഷ്ടം പോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് നല്ലപോലെ വായിച്ചും പഠിക്കണം. ഇത് വായിക്കാനും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലതുപോലെ വായിക്കുക, അർത്ഥങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ നോട്ട് ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തരും. ओके, तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.